ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർടൈൻമെൻറ്റ് കീയുടെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിഴിയിലേക്ക് പോകുന്നില്ല. ഒരുപാട് കിഴികളുണ്ട്, പക്ഷേ കിഴി തുറന്ന് കിഴിയുടെ ആ ഒരു മത്സരമൊക്കെ, ആ ഒരു ത്രില്ലൊക്കെ നമുക്ക് ജിനേഷ് വരണം. ജിനേഷ് ഇതുവരെ എത്തിയിട്ടില്ല. നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, എന്തായാലും കിഴി എപ്പിസോഡിലേക്ക് കിടക്കാം. ഒരുപാട് കിഴികളുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് കിഴികൾ. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നാളെ എന്തായാലും 2 സിനിമ കാണും. ഒന്ന് ARM അജയൻ്റെ 2ാം മോഷണം, മറ്റൊന്ന് കിഷ്കിന്ദ ഗാണ്ഡം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, സിനിമ കാണുക, അതാണല്ലോ നമ്മുടെ പണി. മറ്റുള്ളവർ പണിക്ക് പോയിട്ട് ആ പൈസ കൊണ്ട് സിനിമ കാണുന്നു, നമ്മുടെ പണി തന്നെ സിനിമ കാണുന്നതാ. എന്താല്ലേ, അതൊരു വെറൈറ്റി അല്ലേ? ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടേ ഒന്നുകൂടി പറയാം. ഞാൻ പോലീസിൽ കയറുന്നതിന് മുൻപ് ജോലി കിട്ടിയിട്ട് വേണം ഇറങ്ങുന്ന സിനിമ മൊത്തം കാണാൻ എന്ന് ആഗ്രഹിച്ച ഒരാളാട്ടോ. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടാവും ഓരോരുത്തർക്ക്. എൻ്റെ ആഗ്രഹം ഇതൊക്കെയായിരുന്നു. ഒരാഴ്ച ഒരു ബ്രോസ്റ്റ് കഴിക്കണം, പിന്നെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും റിലീസിന് പോയി കാണണം. ആ ബ്രോസ്റ്റ് കഴിക്കുന്ന സ്വപ്നമൊക്കെ ഒരു 2 ആഴ്ച കഴിച്ചപ്പോഴേ പോയി. പിന്നെ സിനിമ കാണുന്നതായിരുന്നു. പോലീസ് കയറിയ അതിനുള്ള സമയമൊന്നും കിട്ടില്ല, അപ്പോൾ അതും പോയി. ഇപ്പം എന്തായാലും ജോലി തന്നെ സിനിമ കാണുന്നതാണ്. കൊള്ളാം. ഫസ്റ്റ് കിഴി തമിഴിൽ നിന്ന് നമ്മുടെ ജയം രവി നായകനാകുന്ന ജീനി സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു പോസ്റ്ററാണ്, എന്നാൽ കട്ട് ചെയ്ത് കൊണ്ട് വെച്ചതൊക്കെ ശരിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ഫാൻറ്റസി സിനിമയാണ് ജീനി. ഇന്നലെ നമ്മുടെ ജയം രവിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിൻ്റെ സ്പെഷ്യൽ പോസ്റ്ററാണ് കേട്ടത്. എന്തായാലും വരട്ടെ. ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊക്കെ കിട്ടിയിട്ട് ഒരു അത്ഭുതം ഈ സിനിമയിലൂടെ കാണിക്കട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. അതോ ഇനി സ്ഥിരം ലൊടുക്ക് പരിപാടി ആയിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. നമ്മുടെ കൃതി ഷെട്ടി, കല്യാണി പ്രദർശൻ, ഇവരൊക്കെ ഇതിൽ നായികയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി കൊണ്ടൽ. സെപ്റ്റംബർ 13 റിലീസിനെത്തുന്ന സിനിമയാണ്. അതായത് നാളെ കഴിഞ്ഞാൽ അടുത്ത ദിവസം. കൊണ്ടൽ ഒരുപാട് പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമ. ആൻ്റണി പെപ്പെ നായകനാവുന്ന സിനിമയാണ്. അജിത് മാമ്പള്ളിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റർ ഗംഭീരം. അതായത് US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഗംഭീരം. കാരണം കടലിൻ്റെ അടിത്തട്ട്, അതിന് താഴെ നങ്കൂരം ഇട്ടിരിക്കുന്ന ആ നങ്കൂരം കാണാം. പിന്നെ UA എന്ന് എഴുതിയിരിക്കുന്നത് ചെങ്ങല കെട്ടുപടഞ്ഞ് കിടക്കുന്ന രീതിയിലാട്ടോ. കൊള്ളാം. അപ്പോൾ US സർട്ടിഫിക്കറ്റ്. അടുത്തത് പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. ദൈവമേ, ഇതിൻ്റെയൊക്കെ റിവ്യൂ ഇപ്പോഴേ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ റിവ്യൂ ഒന്ന് എഴുതുന്നതിന് മുൻപേ നമ്മുടെ ക്യാപ്ഷൻ എഴുതേണ്ട ഇത് കഴിഞ്ഞു പോകും. കാരണം പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, എത്ര നീട്ടി എഴുതണം, എത്ര അക്ഷരങ്ങൾ വരും. എന്തായാലും സിനിമ റിലീസിനെത്തുന്നുണ്ട്. 4K അറ്റ്മോസ് ആയിട്ട് വീണ്ടും വരുന്നു. സെപ്റ്റംബർ 20 സിനിമ റിലീസിനെത്തും. 3 വ്യത്യസ്തമായ ക്യാരക്ടർ കൊണ്ട് ഞെട്ടിച്ചതാണ് മമ്മൂട്ടി ഈ സിനിമയിൽ. രഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല സമയം അല്ലേ? ഓക്കെ, ഫാൻസ് കയറി കാണുമായിരിക്കും അല്ലേ? ഞാനിത് തിയേറ്ററിൽ കണ്ട സിനിമ കേട്ടോ. അടുത്തത് മാർക്കോ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. സെപ്റ്റംബർ 22 നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ഒരു ടീസർ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്കതിന് കാത്തിരിക്കാം. സെപ്റ്റംബർ 22 മാർക്കോ ദിനം. അതായത് നമ്മുടെ അനീഫ് ആദേനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ ഒരു പക്ക വയലൻസ് നിറഞ്ഞ പക്ക US സർട്ടിഫിക്കറ്റ് ആയിരിക്കും ആ സിനിമക്ക്. അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും അത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, അടുത്ത കിഴി വീണ്ടും ജയം രവിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് അപ്ഡേറ്റ്സുകൾ ഇന്നലെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. സൂര്യ 44-ന് ശേഷം കാർത്തിക് സുബരാജ് നമ്മുടെ ജയം രവിയെ നായകനാക്കി സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. റൂമേഴ്സ് അങ്ങനെ പറഞ്ഞാൽ മതി, അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കാർത്തിക് സുബരാജ് തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. സ്റ്റോൺ ബെഞ്ച് ക്രിയേഷൻസ് ആണ് ആളുടെ പ്രൊഡക്ഷൻ കമ്പനി. ഓക്കെ, എന്തായാലും പ്രത്യേകതയുള്ള എന്തെങ്കിലും സംഭവമായിരിക്കാം. കാർത്തിക് സുബരാജ് ഒരു സിനിമ ഒരുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ജയം രവിക്ക് ലേറ്റസ്റ്റായിട്ട് നല്ലൊരു സിനിമ, ഒരു സോളോ ഹിറ്റ് ഇല്ല. PS1 PS2 ആണ് വിജയിച്ച സിനിമകൾ, പക്ഷേ സോളോ ഹിറ്റ് ആയിരുന്നില്ല. അടുത്ത കിഴി, കൊടൂരം, സലാർ 2
സലാർ 2 സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്യും എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. പ്രൊഡ്യൂസർ വിജയ് ഹിരാഗണ്ടൂർ ആള് ചെന്നൈയിലെ വസതിയിൽ ചെന്ന് നമ്മുടെ ലാലേട്ടനെ ചെന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. സലാർ 2-ൽ ലാലേട്ടൻ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ശക്തമായ റൂമേഴ്സാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത് പ്രശാന്ത് നീൽ അല്പം ബിസി ആയതുകൊണ്ട് സലാർ 2 ആദ്യം കുറച്ച് ഭാഗങ്ങൾ ഡയറക്ഷൻ ചെയ്യുന്നത് നമ്മുടെ പൃഥ്വിരാജാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ അതിന് സാധ്യത കാണുന്നുണ്ട്. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ നന്നാവും. പക്ഷേ സലാർ 2-ൽ എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. ഇനി അത് നന്നാക്കിയെങ്കിൽ കാണാം. സലാർ 1 എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ഓക്കെ, അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമ 300 കോടി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. സിനിമ എത്രത്തോളം നെഗറ്റീവ് വന്നാലും വിജയ് ആളുടെ സ്റ്റാർഡം, ആളുടെ ആ ഒരു ബോക്സ് ഓഫീസ് ഇമ്പാക്റ്റ് ആൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. എന്തായാലും പവറായിട്ടുണ്ട്. 300 കോടി ചിത്രം നേടിയിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ട് ഈ ഒരു സിനിമ ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. പക്ഷേ നല്ലൊരു അഭിപ്രായം നേടാൻ സിനിമക്ക് പറ്റിയിട്ടില്ല. എങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള നല്ല റിപ്പോർട്ട് ഒരു പോസിറ്റീവാണ്. ഓക്കെ, അടുത്ത കിഴി വിടാമുയർച്ചി സിനിമ പൊങ്കലിന് റിലീസിനെത്തും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സ്. പൊങ്കലിനപ്പോൾ തല വരാറ്. ഓക്കെ, അടുത്ത കിഴി വലിയേട്ടൻ സിനിമ എന്തിനാണാവോ വീണ്ടും റിലീസ് ചെയ്യുന്നത്? കൈരളി എടുത്ത് നോക്കിയാൽ പോരെ. ഡെയിലി ഓരോ ഷോ വെച്ച് കളിക്കുന്ന ടീമാണ്. എന്നിട്ട് അതിൻ്റെ അടിയിലൊക്കെയാണ് ഇതിൻ്റെ 4K ഡോൾബി അറ്റ്മോസിൽ സിനിമ റിലീസിനെത്തുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. 25 വർഷമായി വലിയേട്ടൻ റിലീസിനെത്തിയിട്ട്. ഓക്കെ, ഷാജി കൈലാസാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ രഞ്ജിത്താണ് സിനിമയുടെ സ്ക്രിപ്റ്റ്. ഒരുപാട് ഇപ്പോൾ ലാലേട്ടനെ കളിയാക്കിയവരുണ്ടായിരുന്നു. നല്ല പുതിയ സിനിമകളൊന്നും ഇല്ലാഞ്ഞിട്ട് പണ്ടൊക്കെ ഇറക്കി വിട്ടത് ഇപ്പോൾ പൊടി തട്ടിയെടുക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മമ്മൂക്കയുടേതായിട്ട് ഒരുപാട് സിനിമകളാണ് റിലീസിന് വരുന്നത്, ഇഷ്ടം പോലെ. ഇപ്പോൾ ഈ ഇതിൽ തന്നെ നമ്മൾ 2 എണ്ണം പറഞ്ഞില്ലേ, ഒന്ന് ബാലരിമാണിക്കം, ഇപ്പോൾ വലിയേട്ടൻ. ഓക്കെ, അടുത്ത കിഴി സത്യനന്ദിക്കാട് ലാലേട്ടൻ മൂവി ഹൃദയപൂർവ്വം ലാലേട്ടൻ. സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ വേറെ ലുക്കിൽ വരും എന്നുള്ളതാണ്. നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, അതായത് താടി വടിച്ചൊന്ന് ആളെ കാണണം എന്നുള്ളൊരാഗ്രഹം, അത് സാധിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ആൾ കുറേ കാലങ്ങൾക്ക് ശേഷം താടി വടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഡിസംബറിൽ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ ക്യാരക്ടർ നെയിം സന്ദീപ് എന്നായിരിക്കും എന്നുള്ളതാണ് റൂമേഴ്സ്. കൊള്ളാം. എന്തായാലും നല്ല മനസ്സിനെ പിടിച്ച് ഉലക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം ആ ടൈറ്റിൽ ധാരാളമാണ്, ഹൃദയപൂർവ്വം. നല്ലൊരു പേരാട്ടത്. അടുത്തത് സൂര്യ 44. കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന സൂര്യ മൂവിയാണ്. സിനിമയുടെ ഷൂട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലായിരുന്നു. അപ്പോൾ കേരള പോർഷൻ വ്രാപ്പായിട്ടുണ്ട്, കേരള ഷെഡ്യൂൾ തീർന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ ചെന്നൈ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെന്നൈയിലായിരിക്കും അടുത്ത ഷെഡ്യൂൾ എന്നുള്ളത്. ഓക്കെ, അടുത്ത കിഴി മമ്മൂക്കയുടെ ന്യൂ ലുക്ക് വന്നിട്ടുണ്ട്. അതായത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ മൂവിയുണ്ട്. മമ്മൂക്കയുടെ ലുക്ക് അതിൽ ഇതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ. കാരണം ആളെപ്പോഴും ഏതെങ്കിലും ഒരു സിനിമൻ്റെ അടുത്ത ലുക്ക് പിടിച്ചിട്ട് ആളെങ്ങോട്ടേലും അങ്ങ് പോകും, എയർപോർട്ടിലൊക്കെ വന്നിറങ്ങും. അപ്പോൾ ആ ലുക്ക് എപ്പോഴും ലീക്ക് ആവാറുണ്ട്. ഇപ്പോൾ ടെർബോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ വ്യത്യസ്തമായ ലുക്കിലാണ് ആളിപ്പോൾ എയർപോർട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കിടിലൻ ലുക്കിലാണ്, ഒരു വെറൈറ്റി ലുക്കാണ്. ഈ മുൻഭാഗത്തുള്ള മുടിയില്ലേ, അത് കുറച്ച് കുറവാണ്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ മുടിയുണ്ട് താരതമ്യേന മുന്നിലെ മുടിയേക്കാൾ. പിന്നെ മീശ ചെറുതായിട്ടൊരു ടെയിലിട്ടിട്ടുണ്ട്. അതായത് കൊമ്പൻ മീശയല്ല, കുറച്ച് ഒന്ന് താഴേക്ക് വെക്കുന്ന രീതിയിലാണ്. പിന്നെ കൃതാവ് നല്ല കട്ടിയിൽ, ഏതാണ്ട് ഒരു പുത്തൻപണം സിനിമയിലെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഏതാണ്ട് ലുക്ക്. പക്ഷേ പക്ക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ജിതിൻ കെ ജോസിൻ്റെ സിനിമയുടെ ലുക്കാണെന്നും പറയാൻ പറ്റില്ല, ആ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ സാധ്യത കൂടുതലാണ്, കാരണം ആൾ എപ്പോഴും അങ്ങനെയാണ്. അടുത്തത് ഗൗതം മേനോൻ മമ്മൂട്ടി മൂവി. സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ട്. മമ്മൂക്കയുടെ പോർഷൻസ് മൊത്തം സിനിമയിലേത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല,
സിനിമയ്ക്ക് ഇനിയും ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. എന്നാലും മമ്മൂക്കയുടെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആൾ അടുത്ത പണിയിലേക്ക് കടന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ പറഞ്ഞ ജിതിൻ കെ ജോസിൻ്റെ സിനിമയുടെ ആ ലുക്ക് തന്നെ ആയിരിക്കാം മേ ബി അത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കിഴി എപ്പിസോഡിലുള്ളത്. അപ്പോൾ വീണ്ടും കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വരാം. ബൈ.